കൊച്ചി കുണ്ടന്നൂർ തേവര പാലത്തിലെ അറ്റകുറ്റപ്പണികൾ നടത്തിയ ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി ഉയരുന്നു. മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ഗുണനിലവാരമില്ലാതെയും അറ്റകുറ്റപ്പണി നടത്തിയെന്നാണ് പരാതി ഉയരുന്നത്. കൂടുതൽ വിവരങ്ങൾ വിഷ്ണു സുരേഷ് നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. എസ്കെൻ, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കുണ്ടന്നൂർ മേൽപ്പാലം നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം തുറന്നു കൊടുത്തത്. 2 ദിവസം അടച്ചിട്ടായിരുന്നു നവീകരണ പ്രവർത്തനങ്ങൾ. ഇതിലൂടെ വാഹനങ്ങളൊന്നും കടത്തിവിട്ടില്ല. പക്ഷേ ആ നവീകരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ഈ കരാറുകാർ പോയതിന് പിന്നാലെ ഇവിടെ കുഴികൾ രൂപപ്പെട്ടു. ഒരു തരത്തിലും കൃത്യമായി ശാസ്ത്രീയ രീതിയിലല്ല ഈ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പല കുഴികളും വീണ്ടും രൂപപ്പെടുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് മരട് നഗരസഭ മുൻ ഉപാധ്യക്ഷൻ പരാതി നൽകിയത്. മരട് നഗരസഭ ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. മരട് നഗരസഭ ചെയർമാൻ ആന്റണി ആശാമ്പറമ്പിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഏത് ഘട്ടത്തിലാണ് നിലവിൽ ഇതിൽ കൃത്യമായി പരിശോധനകൾ നടന്നിട്ടില്ല, ഇപ്പോൾ കൂടുതൽ അപകടങ്ങൾക്ക് സാധ്യതയാണ്? ഈ വിഷയം തുടങ്ങിയപ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട്, കാരണം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം 3-ാം ഘട്ടം നടക്കുന്ന സമയത്ത് തന്നെ ഇത് നല്ല രീതിയിലല്ല എന്ന് ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്ന് പറഞ്ഞതാണ്. അത് കൃത്യമായിട്ട് നടത്താത്തത് കൊണ്ടാണ് അന്ന് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഞാൻ കത്തെഴുതിയതാണ്. നഗരസഭ അടിയന്തരമായിട്ട് നഗരസഭ മെയിലും ചെയ്ത് അദ്ദേഹത്തിന് കത്തും നമ്മൾ അയച്ചതാണ്. പക്ഷേ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പത്രക്കുറിപ്പ് ഇറക്കിയത്. ഇവിടെ ഉദ്യോഗസ്ഥർ സന്ദർശിക്കുന്നു. ഈ സമയം വരെ ഒരു ഉദ്യോഗസ്ഥരെ സന്ദർശിച്ചിട്ടില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള കാരണം, മന്ത്രി ഇതിനു മുമ്പ് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ 2 മരണം നടന്നപ്പോൾ മന്ത്രി നേരിട്ട് സന്ദർശിച്ചതല്ലോണ്. ആ മന്ത്രി നേരിട്ട് സന്ദർശിച്ചിട്ടൊരു കാര്യവും നടന്നിട്ടില്ല. പിന്നെ മന്ത്രി സ്റ്റേറ്റ്മെന്റ് ഇറക്കി ഇവിടെ വല്ലതും നടക്കുമോ? ഇപ്പോൾ കൂടുതൽ അപകടത്തിന് സാധ്യതയുണ്ട്. കാരണം ഈ കല്ലൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നേരത്തെ കുഴി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി കല്ല് കൂടി വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു പ്രഖ്യാപനം നടത്തി. കാരണം ഈ പറയുന്ന ഇവിടെ 1 കിലോമീറ്ററോളം ഈ നടപ്പാതയിൽ മുഴുവൻ മാലിന്യം കോരിയിട്ടിരിക്കുന്നതായിരുന്നു. ഇത് കാറ്റത്ത് അങ്ങോട്ട് പറക്കും. അതുപോലെ കല്ല് ആളുകൾ നടക്കുമ്പോൾ ഉരുണ്ട് വീഴും. ആളുകൾക്ക് നടക്കാൻ പറ്റുന്നില്ല. അത് ഇന്ന് ഞങ്ങളത് ക്ലീൻ ചെയ്യുമെന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ഇന്നലെ അത് മാറ്റിയിട്ടുള്ളത്. അതായത് ഇതാണ് കൃത്യമായൊരു അഴിമതി ഈ നവീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ആളുകൾക്ക് അപകടമുണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ്. എത്രയും പെട്ടെന്ന് സംസ്ഥാന സർക്കാരോ ദേശീയപാത അതോറിറ്റിയോ വിഷയത്തിൽ ഇടപെടണം. കൃത്യമായി വിവരങ്ങൾ നൽകിയത്.